ആഭിചാരത്തിൻ്റെ മറവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ടൈൽ പണിക്കാരനായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്. ഇപ്പോൾ അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു സന്യാസിയാണ്. ഒരു വ്യക്തിയിൽ നിന്ന് 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെ അപ്പോയിൻമെൻറ്റിന് ഫീസ് വാങ്ങുന്ന ഒരു സന്യാസി. ഇന്ന് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും എത്ര പരമാത്മാവായാലും പുണ്യാത്മാവായാലും ആരുടെയും മുറിയിലേക്ക് ഒരിക്കലും ഒരു പെൺകുട്ടിയെ തന്നെ കയറ്റി വിടാതിരിക്കാൻ മാതാപിതാക്കൾ പൂർണ്ണമായിട്ടും ശ്രമിക്കുക. വിശ്വാസം എന്നുള്ളത് നമ്മളിൽ മാത്രമുള്ളൊരു കാര്യമാണ്, അല്ലേ? നമ്മുടെ ഉള്ളിലുള്ളതാണ് വിശ്വാസം. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളതൊന്നും നമുക്കാർക്കും അറിയില്ല. അപ്പോൾ ആ വിശ്വാസത്തെ അങ്ങ് മാറ്റി നിർത്തി അവരെ വെറും ഒരു വ്യക്തി മാത്രമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് ടൈൽ പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഷിനു എന്ന് പറയുന്ന വ്യക്തിയാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സന്യാസിയായി അങ്ങനൊരു വേഷ പകർച്ചയിലൂടെ തിരിച്ചെത്തിയത്. കൊല്ലത്ത് അമ്മച്ചി വീട് എന്ന് പറയുന്ന സ്ഥലത്ത് ശംഖ് ജ്യോതിശാലയം, അതാണ് അദ്ദേഹത്തിൻ്റെ ജ്യോതിഷ സെൻറ്ററിൻ്റെ പേര്. അവിടെ സന്യാസിയായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുകയാണ്. 11 വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഇദ്ദേഹത്തിൽ നിന്നും ദുരനുഭവം ഉണ്ടായത്. എൻ്റെ മകൾ പഠിക്കാൻ പുറകിലാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം പൂജയും കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ആവശ്യവുമായിട്ട് പെൺകുട്ടിയുടെ അമ്മ തനിയെ വന്നു. സന്യാസിയുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ സന്യാസി പറഞ്ഞു മകളെയും കൊണ്ടുവരുമെന്ന്. അങ്ങനെ മകളുമായിട്ട് അടുത്ത ദിവസം അമ്മ വന്നു. അപ്പോൾ സന്യാസി അമ്മയോട് പറഞ്ഞു, എനിക്ക് മകളോട് തനിയെ സംസാരിക്കണം, മകൾ പഠിക്കാൻ വളരെ പുറകിലാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ സംസാരിച്ചാൽ കുട്ടി ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കുട്ടിയോട് തനിയെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അമ്മയെ ഇദ്ദേഹം തന്ത്രപൂർവ്വം പുറത്തു നിർത്തി. അതിനുശേഷം 3/4 മണിക്കൂറിന് ശേഷമാണ് വാതിൽ തുറന്ന് ഒരു പരിഭ്രാന്തമായിട്ട് ഭയപ്പാടുള്ള ഒരു മുഖത്തോടെയാണ് ആ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ, അദ്ദേഹം എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ സ്പർശിച്ച പോലെ, മോശമായ രീതിയിൽ സ്പർശിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു നല്ല രീതിയിലുള്ള സ്പർശനമല്ല. കാരണം ഒരു 11 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പം അതിൽ കൂടുതലൊന്നും പറയാൻ അവൾക്ക് അറിയില്ല, അല്ലേ? നമ്മൾ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ഇത് രണ്ടും മാത്രമാണ് 11 വയസ്സുള്ള കുട്ടിക്ക് അറിയുള്ളൂ. അതേസമയം കോളേജും +2 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിയറിയും പ്രാക്ടിക്കലൊക്കെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പാസ്സായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയാൽ ഇതെല്ലാം അറിയും. പക്ഷേ ഒരു 10-11 വയസ്സിലെ കുട്ടികൾക്ക് ഇതെല്ലാം കേട്ടുകേൾവിയുള്ളൂ, ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ്. അപ്പോൾ അമ്മ നോക്കിക്കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ രഹസ്യഭാഗങ്ങളിലടക്കം 7ഓളം ചരടുകൾ കുട്ടിയുടെ കെട്ടിയിട്ടുണ്ട്. അമ്മ പോലീസിനെ വിവരം അറിയിച്ചു. അവിടെ ചെന്നു. അതിപ്പം പോലീസുകാർ പ്രാഥമിക പരിശോധന എല്ലാം നടത്തി ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചു. ചൈൽഡ് ലൈൻകാർ വന്നു. അവർ കുട്ടിക്ക് നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുത്തു. അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം അല്പമായി ലീക്കായതോടുകൂടെ ചുറ്റുപാടും പലരിൽ നിന്നും മുറുമുറുപ്പുണ്ടായി. വേറെ ഒന്നുമല്ല, ഇതിൽ ചിലർക്കെങ്കിലും ഇതേപോലെ ഈ സ്വാമിയിൽ നിന്നും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരിൽ ഭൂരിഭാഗം പേരും അദ്ദേഹത്തിനെതിരെ നമുക്കറിയാം മാനഹാനി ഭയന്ന് കേസ് കൊടുക്കാനായിട്ട് പലരും തയ്യാറായിട്ടില്ല. അവർക്ക് സംഭവിച്ചത് ഒരു പീഡനം തന്നെയാണ്. പക്ഷെ അവരത് കേസാക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടായിരുന്നു. ചില ആളുകൾ കേസാക്കിയവരുമുണ്ട്. അപ്പം അങ്ങനെ അത് നിയമത്തിൻ്റെ വഴിയിൽ പോകുന്നു. സ്വാമിജിയെ പോക്സോ കേസ് അടക്കം അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയിട്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അമ്മയെ ഇതിനകത്തേക്ക് തള്ളിവിട്ടത് മറ്റു പലരുമാണ്. അവരിതേപോലെ ആ സ്ത്രീയോട് മറ്റുള്ളവർ പറഞ്ഞു കേട്ടുള്ള അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്ത്രീ ഈ സ്വാമിജിയെ നേരിട്ട് കാണാൻ വന്നത്. അപ്പോൾ വളരെ കുറച്ച് പൈസയാവുള്ളൂ, മകൾ എന്താണെങ്കിലും നമുക്ക് പഠനത്തിൽ നല്ല രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം ആ അമ്മയ്ക്ക് കൊടുത്തതിൻ്റെ പേരിൽ ആ അമ്മ മകളെയും കൂട്ടി വന്നു, അല്ലേ? അപ്പോൾ ഇവിടെ ആ അമ്മയിലെ ആത്മവിശ്വാസം അല്ലെങ്കിൽ അമ്മയിലുള്ള വിശ്വാസമാണ് ഈ സ്വാമിജി മുതലെടുത്തത്. അദ്ദേഹത്തെ സ്വാമിജി എന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല, ഷിനു, ടൈല് പണിക്കാരനായ ഷിനു, അങ്ങനെ തന്നെ അദ്ദേഹത്തെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം 10,000 മുതൽ 1,00,000 രൂപ വരെ അദ്ദേഹം ഒരു വ്യക്തിയിൽ നിന്നും കൺസൾട്ടേഷനായിട്ട് ഫീസ് വാങ്ങുന്ന ഒരാളാണ്. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പുതുതായിട്ട് വരുന്ന, അതായത് നമ്മൾ ഒരാളെ
ഒരാളെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അതിന് നമുക്ക് സ്പെഷ്യലായിട്ട് കമ്മീഷനും കിട്ടും കേട്ടോ. അദ്ദേഹം ബിസിനസ് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് MBA ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിംഗ് ഒക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പോലീസ് വന്നു, ഇവരുടെ ശംഖ് ജ്യോതിശാലയം പരിശോധിച്ചു. ആ സമയത്ത് അവിടെ നിന്ന് വടിവാള്, ചൂരൽ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചരടുകൾ, സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ചൂരൽ പ്രയോഗവും അവിടെ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് അറിവ്. ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര എത്ര പരമാത്മാവോ പുണ്യാത്മാവോ ആരും ആയിക്കോട്ടെ, ഒരിക്കലും ഒരു കാരണവശാലും ഒരു പെൺകുഞ്ഞിനെ ഇങ്ങനെയൊന്നും ഒരുത്തൻ്റെ മുമ്പിലേക്കും തനിയെ പറഞ്ഞ് വിടരുത്. ഇവിടെ ആ കുട്ടിയുടെ യാതൊരു തെറ്റുമില്ല, കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. തെറ്റ് ആ അമ്മയുടെ, പൂർണ്ണമായിട്ടും ആ അമ്മയുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൂടെ ഇരുത്തേണ്ടത് ആ അമ്മയുടെ ഉത്തരവാദിത്തമായിരുന്നു. ഇവിടെ ആ സ്വാമിയുടെ മുൻപിലേക്ക് ആ കുട്ടിയെ എറിഞ്ഞിട്ട് കൊടുത്തത് ആ അമ്മ തന്നെയാണ്. ആ സ്വാമിയെ അറസ്റ്റ് ചെയ്ത പോലെ തന്നെ ആ അമ്മയ്ക്കും പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം.